അയ്യോൾ, ഞാനൊരു നാടൻ ചക്കപ്പുഴുക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ചക്കപ്പുഴുക്ക് ഉണ്ടാക്കാനായിട്ട് എല്ലാവർക്കും അറിയായിരിക്കും. എന്നാലും നെക്സ്റ്റ് ടൈം ഉണ്ടാക്കുമ്പോൾ ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കുക. ഡിഫറെൻറ്റ് ടേസ്റ്റ് ആയിരിക്കും. ഇതിന് ഏറ്റവും നല്ല കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ നല്ല ഗ്രേവിയുള്ള ചിക്കൻ കറിയാണ്. അതില്ലെങ്കിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണയാണെങ്കിലും നല്ല ടേസ്റ്റ് ആയിരിക്കും. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അച്ചാറിൻ്റെ കൂടെ കഴിച്ചാലും ടേസ്റ്റാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചക്കയുടെ പകുതി എടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ ചോള ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കും. ഇതിലാകെ കുറച്ച് സമയം എടുക്കുന്നത് ചക്ക മുറിച്ച് ഒന്ന് അരിഞ്ഞെടുക്കാൻ വേണ്ടി മാത്രമാണ്. ബാക്കിയെല്ലാം നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും. എന്നിട്ടൊരു അരമുറി തേങ്ങ എടുക്കുക. വേണ്ട ഇൻഗ്രീഡിയൻസ്: ഒരു ചെറിയ പിടി കാന്താരിമുളകും, 1/2 ടീസ്പൂൺ വീതം ചെറിയ ജീരകവും വലിയ ജീരകവും കുരുമുളകും, ആവശ്യത്തിന് കറിവേപ്പിലയും, ഒരു ചെറിയ പീസ് വെളുത്തുള്ളിയും ചുവന്നുള്ളിയും, ആവശ്യത്തിന് ഉപ്പും, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. അപ്പോൾ ഇതെല്ലാം കൂടി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊരു 1/2 ഗ്ലാസ് വെള്ളവും കൂടെ ഓർത്ത് നല്ലോണം ഒന്ന് അരച്ചെടുക്കുക. അപ്പോൾ നല്ല ഫൈനായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആദ്യം എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കുക. ഒത്തിരി അരയേണ്ട, ജസ്റ്റ് ഒന്ന് അരച്ചാൽ മതി. അല്ലെങ്കിൽ കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചക്കയിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് കുക്കറിലാണ് റെഡിയാക്കുന്നത്. കുക്കറിലാകുമ്പോൾ നമുക്ക് വേഗം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എന്നിട്ടിത് 2 വിസിൽ വരുന്നവരെ വേവിക്കുക. അപ്പോൾ നമ്മുടെ ചക്കപ്പുഴുക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കൊന്ന് കടുക് തളിച്ചൊഴിക്കാം. അതിന് വേണ്ടിയിട്ടൊരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് ചൂടാക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് പൊട്ടിക്കുക, കുറച്ച് കറിവേപ്പില ഇടുക. അപ്പോൾ വെളിച്ചെണ്ണയാണ് ഇതിന് ഏറ്റവും ബെസ്റ്റ്. നമ്മൾ നാടൻ ഡിഷായാലും വെളിച്ചെണ്ണയുടെ ടേസ്റ്റും അതിൻ്റെ സ്മെല്ലും നല്ല ഇതുണ്ടാകും. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും ചുവന്നുള്ളിയും കൂടി ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. അത് നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന ചക്കപ്പുഴുക്കിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ചക്കയുടെ എല്ലാ പീസസും നല്ലോണം ഉടഞ്ഞു വരണം. നല്ല വെന്ത ചക്കയായാലും പെട്ടെന്ന് ഉടഞ്ഞു വരും. ഇനി നല്ലോണം ഒന്ന് ഉടച്ചെടുക്കുക. അപ്പോൾ ഒരു മരത്തിൻ്റെ തവിയൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ഉടച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചക്കപ്പുഴുക്ക് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലത്തെ വീഡിയോസ് ഇനിയും കാണാൻ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക. അപ്പോൾ ചക്കപ്പുഴുക്ക് ഇത് നല്ലോണം ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമുക്കിത് പച്ച വെളിച്ചെണ്ണ മാത്രം ഒഴിച്ചു കൊടുത്ത് കഴിക്കാം. അതല്ലെങ്കിൽ നല്ല ഗ്രേവിയുള്ള ചിക്കൻ കറിയാണ് ഏറ്റവും നല്ല കോമ്പിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യുക.